വാടി ഇങ്ങോട്ട്. അതെ, നീ സ്കൂളിൽ പോയി വലിയ കൊച്ചമ്മ ചമയൊന്നും വേണ്ട. ഇന്ന് ഇവിടുത്തെ പാചകം മുഴുവൻ നീ ചെയ്താ മതി. നിന്റെ ഫുഡിനൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ? അപ്പോ ഇന്ന് ഇവിടെ ഉള്ളവര് നല്ല ഫുഡ് കഴിക്കട്ടെ. പക്ഷേ അന്നത്തെ കൂട്ട് സാമ്പാറും അവിയലും പുളിശ്ശേരി മാത്രം വെക്കാൻ നിൽക്കണ്ട. ഇവിടെ ഉള്ളവർക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി നീ തന്നെ വെച്ചാ മതി. അതിന് നിന്റെ ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ആര് നോക്കുന്നു? ഇവിടെ ഉള്ളവർക്ക് ഫിഷ് കറിയും ഫ്രൈയും ഒക്കെ നല്ല ഇഷ്ടാ. നീ ഇന്ന് കറി വെച്ചേ പറ്റൂ. ആ ശകുന്തളെ, ഫ്രിഡ്ജിൽ നിന്ന് ഫിഷിങ് എടുക്ക. നല്ല അസലായില്ലേ? കൊടംപുളിയും മസാലയും നല്ല മുളകിട്ടിട്ട് ഒരു കറി വെക്കും. കുറച്ചങ്ങ് ഫ്രൈ ചെയ്തോ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? മോൾക്ക് ഇതൊന്നും ഇഷ്ടല്ല. മോൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ദേവി, ഇത് ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കല്ലേ. ഇതൊക്കെ ഒരു ഉപദ്രവാണോ? സന്ദീപ് സാറേ നല്ല അസലായിട്ട് നോൺ വെജ് കഴിക്കും. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ഫിഷ് കറി വെക്കുന്നത് എങ്ങനെയാണെന്നേ ഞാൻ ദേവൂട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ അതങ്ങ് വെച്ച പോരെ? മോള് തന്നെ വെക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഹലോ, നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഇന്ന് ഇവിടുത്തെ സകല കറികളും വെക്കാൻ പോകുന്നത് ഇവളായിരിക്കും. ഇത് ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മോൾക്ക് അതൊന്നും മനസ്സിന് പിടിക്കില്ല. മനസ്സിന് പിടിക്കില്ലെന്നല്ലേ ഉള്ളൂ. കൈ കൊണ്ട് പിടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കൂടുതൽ അകത്തമ്മ കളിക്കാതെ മര്യാദക്ക് ഇതങ്ങോട്ട് ക്ലീൻ ചെയ്ത് കറി വെക്കണം. ദൈവത്തെ ഓർത്ത് നിങ്ങള് മോളെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ. എനിക്ക് ഇതൊന്നും വെച്ച് ശീലമില്ല. എന്നാലും ഞാൻ വേണമെങ്കിൽ വെച്ചു തരാം. ഇവളല്ലാതെ ഇന്ന് ഈ മീനിൽ ആരെങ്കിലും കൈ തൊട്ടാ ആ കൈ ഞാൻ വെട്ടും. ഇവളുടെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞപ്പോ ദൈവം നിങ്ങൾക്ക് തന്ന ശിക്ഷ മറന്നുപോയോ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്റെ മാഡത്തിനെ പേടിപ്പിക്കൊന്നും വേണ്ട. മേഡം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തന്നെ ചെയ്യും. നല്ല പച്ച മീനാ ഇത്. കടയിൽ നിന്ന് ഫ്രഷ് ആയി വാങ്ങിയതാ. മര്യാദക്ക് ഇത് കറി വെച്ചോണ്ട് വാ. കൊണ്ട് കറി വേടി. വൃത്തിയായിട്ട് കഴുക.
മൂകാംബിക അമ്മേ, എന്തിനാ ദേവി എന്റെ കുട്ടി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വാ ഇങ്ങോട്ട് വാ അമ്മേ. വാ അമ്മ ഇങ്ങോട്ട്. എന്താ എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്? താൻ എന്തെങ്കിലും ജോലിയിലായിരുന്നോ? ഏയ്, ഞാൻ ടിവിയിൽ ഫുട്ബോൾ കളി കാണുമായിരുന്നു. വേൾഡ് കപ്പ് അല്ലേ? ആ, നിങ്ങൾ വന്ന കാര്യം പറ. ക്രിസ്ത്യാനോ സിക്സർ അടിക്കാനുള്ള ശ്രമത്തിലാ. എന്താടി നിന്റെ ഒരു കിണി? അമ്മേ, ക്രിക്കറ്റിലാ സിക്സർ, ഫുട്ബോളില് ഗോളാണ്. ആ, ഗോളെങ്കിൽ ഗോള്. സിക്സർ ആയാലും ഗോൾ ആയാലും അടിച്ച ഗ്യാലറിയിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടൂലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾ എന്തിനാ വന്ന്? ഇന്ദുമതി, നമ്മളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാ നിനക്കും അഖിലയ്ക്കും കിഷൻ ഇവിടെ ഒരു താമസ സൗകര്യം ഒരുക്കി തന്നത്. അതെ, അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഔദാര്യത്തിൽ നമ്മൾ ഇവിടെ താമസിക്കുമ്പോ അവരോട് നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഇല്ലേ? നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നേ? ഇവിടെ ഉള്ളവരോട് മര്യാദ കേടായിട്ട് ഞാൻ പെരുമാറിയിട്ടൊന്നുമില്ല. അമ്മേ, അതല്ല, ഇവിടുത്തെ സാഹചര്യം കൂടി കണ്ടറിഞ്ഞു വേണം പെരുമാറാനെന്നാ അച്ഛൻ ഉദ്ദേശിച്ചേ. അതെ, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വീടാകുമ്പോ പല ജോലികളും ഉണ്ടാവുമല്ലോ. അതിലൊക്കെ വനജയെയും നാഗപ്പനെയും കിഷനെ ഒന്ന് സഹായിക്കണം. അത് നമ്മുടെ മര്യാദയല്ലേ ഇന്ദുമതി? ഓ, ഇപ്പൊ മനസ്സിലായി. ചുരുക്കം പറഞ്ഞ ഇവിടുത്തെ വീട്ടുവേലക്കാരിയായിട്ട് വേണം ഞാനും എന്റെ മോളും ഇവിടെ ജീവിക്കാൻ. അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? എന്നല്ല, വീട്ടുവേലക്കാരെ അവർ ഒരിക്കലും നിങ്ങളെ കാണില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് അത് നിങ്ങൾ തന്നെ പറയണം. സ്വന്തം ഭാര്യയും മക്കളെയും പെരുവഴിയിൽ തള്ളിയിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ മെയിന് പറയാൻ എന്താ അവകാശം? അച്ഛനും മോനും പൂക്കടയില്, അമ്മയും മോളും വല്ലവരുടെ വീടിന്റെ തിണ്ണയില് അഭയാർത്ഥിയായിട്ട്, എന്നിട്ട് പറയുന്നു പരസ്പരം കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് വേണമെന്ന്. ഭാര്യയും മക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവൻ മീശയും വെച്ചിട്ട് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കാ. അതെ, ഇവിടത്തെ ഒരു ജോലി ഞാൻ ചെയ്യൂല. അത് മനഃപൂർവ്വം. അമ്മ ഒന്ന് അടങ്ങുന്നുണ്ടോ? ജീവിതത്തിൽ ഇത്രയധികം തിരിച്ചടികൾ കിട്ടിയിട്ടും അമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്ക് യാതൊരു മനസാക്ഷിത്വം തോന്നില്ലേ? എന്റെ മനസ്സിലിട്ട് ഞാൻ കുത്തുന്ന എന്തിനാ? ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം? പറഞ്ഞു വെച്ചിരുന്ന ഒരു വിവാഹം മുടക്കി കണ്ടവന്റെ പോരുത്തി ഇറങ്ങിയും പോയി. അവളവിടെ സുഖിച്ച് ജീവിക്കുക. അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് അവക്ക് വല്ല ധാരണയുണ്ടോ? ദേ, ഒരു കാര്യം പറയാം. ഒന്നുകിൽ നമുക്ക് ദേവൂട്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് പോയി താമസിക്കണം, അല്ലെങ്കിൽ അവളോട് കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു വീടും വസ്തുവും വാങ്ങാം.